ഹലോ ഗൈസ്, വെൽക്കം ടു GJ വേഴ്സ്. ദിസ് ഇസ് മീ GJ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ഈ കണ്ണപ്പ സിനിമ കണ്ടപ്പോൾ മുതൽ മനസ്സിലൊരു ഓർമ്മ, ഒരു ചിത്രം ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു. അതായത് ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും കൂടെ കാളഹസ്തി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൽ പോയ സമയത്ത് അച്ഛന് എവിടെ പോയാലും അവിടെ നിന്ന് ഒരു ബുക്ക് മേടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് മേടിച്ച ബുക്കിൽ കണ്ട ഒരു പടം മനസ്സിലിങ്ങനെ രജിസ്റ്റർ ആയി കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അത് പുറത്തേക്ക് ഇങ്ങനെ വന്നു, ആ ഒരു ഓർമ്മ പുറത്തേക്ക് ഇങ്ങനെ വന്നു. സോ ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു കഥ ആരായിരുന്നു യഥാർത്ഥത്തിൽ കണ്ണപ്പ? ഈ സിനിമയിൽ കണ്ടതാണോ സത്യം, അതോ ഞാനിപ്പോൾ പറയുന്നതാണോ സത്യം? അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ അവിടെ നിറഞ്ഞ ആ ഒരു മിത്തിലൂടെ, ആ ഒരു ഐതിഹ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് അതൊന്ന് കൺവേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നേരെ ആ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ സ്റ്റോറിയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ണപ്പയുടെ കഥ പറയുന്നതിന് മുമ്പേ അർജുനന്റെ ഒരു കഥയിലേക്ക് പോകണം. ഈ അർജുനന്റെ ഒരു പുനർജന്മമാണ് നമ്മുടെ ഈ കണ്ണപ്പ എന്ന് പറയുന്നത്. സോ അർജുനന്റെ കഥയിലേക്ക് പോകുമ്പോൾ അർജുനൻ പണ്ട് ആ ഒരു യുദ്ധ സമയത്ത് യുദ്ധം ജയിക്കാനായിട്ട് നമുക്ക് ഏറ്റവും വലിയൊരു വെപ്പൺ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കിടിലം ഓപ്പോസിഷൻ ആണല്ലോ ഉള്ളത്. നമ്മുടെ ഈ പാണ്ഡവർക്ക് ഫൈറ്റ് ചെയ്ത് ജയിക്കണം. സോ അങ്ങനെ വലിയൊരു വെപ്പൺ ഇങ്ങനെ തേടി നടന്നപ്പോഴാണ് പരമശിവനെ പ്രാർത്ഥിച്ചാൽ പാശുപതാസ്ത്രം എന്ന് പറഞ്ഞൊരു വെപ്പൺ കിട്ടുമെന്ന് അറിഞ്ഞത്. സോ അതറിഞ്ഞത് പുള്ളി നമുക്ക് ആ ഒരു വെപ്പൺ റെഡിയാക്കാം എന്നുള്ളൊരു തീരുമാനമായിട്ട് വെപ്പൺ സെറ്റാക്കാനായിട്ട് നേരെ ഒരു തപസ് ചെയ്യാനായിട്ട് പോയി ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ ഒറ്റക്കാലിൽ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പരമശിവൻ്റെ ഇതെല്ലാം മേളിയിരുന്ന് കാണുന്നുണ്ടേ, പാർവതിയുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓക്കെ ഇത്രയും കാര്യമായിട്ട് ഓക്കെ എന്നൊക്കെ ഞാൻ എൻ്റെ ഒരു ശൈലി പറയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമായിട്ട് ഒരാൾ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ, എന്നാൽ നമുക്കൊന്ന് അവനെ ഒന്ന് പരീക്ഷിക്കണം, അവൻ്റെ ഭക്തി കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് അവൻ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം എന്ന് പറയും. ശരി, അങ്ങനെ നോക്കി ഇങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നു. നേരെ ഭൂമിയിലേക്ക് ഒരു ശിവഗണ, അതായത് ശിവന്റെ കൂട്ടത്തിൽ കുറച്ച് ഗണങ്ങളുണ്ട്, ഭൂതഗണങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതിൽ ആ ശിവഗണത്തിൽപ്പെട്ട ഒരു ശിവഗണത്തിനെ നേരെ പറഞ്ഞ് അവനെ നീ പോയിട്ട് ഒരു പന്നിയുടെ രൂപത്തിലായിട്ട്, അതായത് ഈ കാട്ടുപന്നി ഉണ്ടല്ലോ അതിന്റെ രൂപത്തിലായിട്ട് പോയി അർജുനെ പേടിപ്പിക്കാൻ പറയും. ഇതൊക്കെ സിനിമയിൽ ഏകദേശം അതുപോലെ തന്നെ ഉണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് എൻ്റെ ആ ഒരു കഥയെന്ന് പറയുന്നത്. അപ്പൊ പന്നിയുടെ രൂപത്തിൽ നേരെ വന്നിട്ട് ഈ സംഭവം അർജുനന്റെ തപസ്സിളക്കാനായിട്ട് വരും. അപ്പൊ അർജുനൻ ഇത് കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങി നേരെ അമ്പം വില്ലൊക്കെ എടുത്ത് സെറ്റായി നേരെ അമ്പം കൊണ്ട് വിടും. അമ്പം കൊണ്ട് വിടുമ്പോൾ നേരെ ഈ പന്നീന്റെ പുറത്ത് വന്ന് കൊള്ളുകയാണ്. പന്നി ഭയങ്കരമായിട്ട് അലറി വിളിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എന്നിട്ട് ഇങ്ങനെ ചെന്നൊരു സ്ഥലത്ത് വീഴും. അപ്പൊ അർജുനനെ നമ്മൾ ഇങ്ങനെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടുന്ന് വേറൊരാൾ എടുക്കാൻ വരുന്നു. അപ്പൊ അതാരാണ്? കിരാതൻ. സിനിമയിൽ ഇതേപോലത്തെ സീനുണ്ട്. എന്തായാലും ആ കിരാതൻ വരുന്നു. കിരാതൻ പറയുന്നു, ഇത് ഞാൻ എഴുതിട്ട ജീവിയാണ്. അപ്പോൾ അവിടെ അർജുൻ പറഞ്ഞ്, നിങ്ങൾ എടുത്തോ, എനിക്ക് കുഴപ്പമില്ല, എനിക്കിത് കഴിക്കാനായിട്ട് എടുത്തതല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ തപസ്സിളക്കാൻ വന്നപ്പോൾ ഞാൻ എഴുതിട്ടാണ്. അപ്പം നമ്മുടെ ഈ ഒരു കിരാതൻ പറയാണ്, അല്ല ഇത് ഞാൻ തന്നെ എഴുതിട്ടാണ്, നീ വെറുതെ മത്സരിക്കാൻ നിൽക്കേണ്ടെന്ന് പറയും. അപ്പൊ അർജുനനാണെങ്കിൽ പണ്ട് ഭയങ്കര ഒരു ഈഗോയിസ്റ്റിക് ഒരു പേഴ്സൺ ആയിരുന്നു. അറിയാലോ, നമ്മുടെ ഏകലവ്യന്റെ വിരല് മുറിക്കലും അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഈഗോ പരിപാടികളുള്ള, കർണന്റെ അടുത്ത് ചെറിയൊരു ഈഗോ ക്ലാഷും എല്ലാം ഉള്ള ഒരാളാണ് അർജുനൻ. സോ അർജുനന്റെ ആ ഒരു മെയിൽ ഈഗോ സമ്മതിച്ചില്ല. അതെന്താ, ഞാൻ അങ്ങനെ സമ്മതിക്കാൻ പോണില്ല, ഇത് ഞാൻ എഴുതിട്ട പന്നിയാണ്, ഞാൻ മര്യാദയ്ക്ക് തന്നു വിടാൻ പോയത്, അപ്പോൾ നിനക്ക് വേണ്ടല്ലേ, എന്നാൽ ഇത് ഞാൻ എഴുതിട്ട പന്നിയാണ്, തരാൻ പോണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കിരാതൻ പറഞ്ഞു, എന്താ ഫൈറ്റ്, നമുക്ക് ഇടിക്കൂടാ, നമുക്ക് യുദ്ധം ചെയ്ത് തീരുമാനിക്കാന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ അടി തുടങ്ങും. അങ്ങനെ ആ ഒരു ഫൈറ്റില് നമ്മുടെ കിരാതൻ നമ്മുടെ അർജുനനെ ഇട്ടിച്ച് താഴെ ഇട്ട് നല്ല വൃത്തി കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ലോക്ക് ചെയ്തിട്ട് പറയും, മോനെ അർജുന, നിന്റെ ഉള്ളിൽ ഈ ഒരു അഹന്ത അത് ശമിപ്പിക്കണം, അഹന്ത പാടില്ല. പക്ഷെ നിന്നിലെ അചഞ്ചലമായ ഒരു ഭക്തി, എന്നെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള ഭക്തി, ഞാൻ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് നേരെ ആ ഒരു കിരാതൻ മാറി ശിവന്റെ രൂപത്തിലേക്ക് വരികയും അനുഗ്രഹിക്കുകയും പാശുപതാസ്ത്രം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അർജുനൻ പറയും, എനിക്ക് ഈ പാശുപതാസ്ത്രം മാത്രമല്ല, ഒരാഗ്രഹം കൂടെ ഉണ്ട്, എനിക്ക് മോക്ഷം വേണം, എനിക്ക് ശിവനിൽ ലയിക്കണം, എനിക്ക് മോക്ഷം കിട്ടി അങ്ങിൽ ലയിച്ച് അങ്ങയുടെ ഒപ്പം ജീവിക്കണം എന്ന് അദ്ദേഹം പറയും. അപ്പോൾ നമ്മുടെ ശിവൻ പറയും, ഈ ഒരു ജന്മത്തിൽ അത് നടക്കില്ല, അടുത്ത ജന്മത്തിൽ ഞാൻ നിനക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നെ ഞാൻ എത്തിക്കുന്നുണ്ട്. ആ ജന്മത്തിൽ നീ ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് മനസ്സ് നിറഞ്ഞ് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആ ജന്മത്തിൽ നമുക്ക് നിന്നെ ഞാൻ എന്നിലേക്ക് എടുക്കാമെന്നുള്ള രീതി പറഞ്ഞിട്ട് ശിവൻ അനുഗ്രഹിച്ച് പോകും. അർജുനൻ പിന്നെ പശുശാസ്ത്രമായിട്ട് പോയി യുദ്ധം ചെയ്യും. ബാക്കി പരിപാടിയൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ അർജുനന്റെ ആ ഒരു ജന്മം ആ ഒരു സംഭവത്തോടും യുദ്ധത്തോടും എല്ലാം കൂടെ അവിടെ അങ്ങ് അവസാനിച്ച് ആ ഒരു യുഗം അവിടെ കഴിഞ്ഞു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം കലിയുഗം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കലിയുഗത്തില് ഒരു വലിയൊരു കാട്ടില്, സൗത്ത് ഇന്ത്യ സൈഡിലുള്ള ഒരു വലിയ കാടാണ്. ആ കാട്ടിലെ ഒരു ഹണ്ടർ ഫാമിലിയിൽ ഒരു കുട്ടിയായിട്ട് നമ്മുടെ അർജുനൻ പിന്നെയും ജനിക്കുകയാണ്. ആരായിട്ട്? തിന്നൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട്. തിന്നൻ ഒരു വലിയ ഹണ്ടർ ഫാമിലിയിലെ കുട്ടിയാണ്. അപ്പൊ അവനെ കുട്ടിക്കാലം മുതലേ ഇതെല്ലാം ട്രെയിൻ ചെയ്തെടുത്ത് അവനൊരു യുവാവായപ്പോഴത്തേക്കും നല്ല സുന്ദരനും നല്ല ഫിറ്റായി അവന് ബേസിക് ട്രെയിനിങ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ. അതായത് ഹണ്ടിങ് മേഖലയിൽ എല്ലാ തരത്തിലുള്ള ബേസിക് ട്രെയിനിങ്ങും കിട്ടി. അപ്പൊ സംഭവം സെറ്റാണ്.
അപ്പൊ അവരുടെ ആ ഒരു കാട്ടിലെ ആചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവികളെ ബലി കൊടുക്കുക, അവിടുത്തെ ഒരു കാട്ടിലെ ദൈവത്തിനാണെങ്കിൽ അവർ മദ്യം കൊടുക്കും, പൂക്കൾ കൊടുക്കും, പഴങ്ങള്, പിന്നെ ഫ്രൈഡ് ചിക്കൻ അതൊക്കെ പറയില്ല. നമ്മുടെ ആ ഒരു കാട്ടിൽ പിടിച്ചു കിട്ടുന്ന എല്ലാ ജീവികളുടെയും ഫ്രൈ, അതായത് മാൻ ഫ്രൈയോ പോത്ത് ഫ്രൈയോ എല്ലാം കൊടുക്കുന്ന അങ്ങനത്തെ ഒരു രീതിയിൽ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സെറ്റപ്പാണ്. വേട്ടക്കാരന്മാരുടെ കാടാണെന്നുള്ള ആലോചിക്കണം. സോ ആ ഒരു സെറ്റപ്പിലാണ് അവർ വളർന്നത്. അങ്ങനെ തിന്നാൻ വളർന്നിട്ട് അവർ നാട്ടിലുള്ള സുന്ദരിമാരായ കുട്ടികൾക്ക് എല്ലാം ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ അടിച്ച് അല്ല എനിക്ക് അങ്ങനെ ഇപ്പൊ തൽക്കാലം പ്രേമത്തിനൊന്നും താല്പര്യമില്ലാതെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഒരു കാട്ടിലെ എല്ലാവരുടെ ഉള്ളിലും ഇവര് നല്ലൊരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവർ എല്ലാ ആളുകളുമായിട്ട് പെരുമാറുകയും എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുക. അങ്ങനെ ഭയങ്കര ലവിങ് ആയിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിരുന്നു നമ്മുടെ തിന്നൻ. അവിടുത്തെ ഒരു പ്രധാന ചടങ്ങിലേക്ക് എത്തുകയാണ് കേട്ടോ പരിപാടി. അതായത് ആ കാട്ടില് ഒരു പ്രധാന ചടങ്ങുണ്ട്. അവിടുത്തെ ഒരു ഹണ്ടറിന് ഒഫീഷ്യലി ഒരു ഹണ്ടർ എന്ന് പറയണമെങ്കിൽ അവർക്ക് കാട്ടിൽ പോയിട്ട് നായാട്ടിന് ഇറങ്ങണം. നായാട്ടിന് വേണ്ടി കുറച്ച് നാൾ പോയി കുറേ മൃഗങ്ങളെയൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു ഷെയർ കൊണ്ടുവന്ന് ദൈവത്തിനൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു പരിപാടിയാണ് അവിടുത്തെ കാട്ടിൽ. സോ ഈ പുള്ളി നമ്മുടെ തിന്നനും ഗ്യാങ്ങും കൂടെ ശരി ഞാനിങ്ങനെ ഒഫീഷ്യലായിട്ട് പോകാൻ പോവാണ്, അവിടുത്തെ ദേവിയുടെ ഉത്സവ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ സംഭവങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരാമെന്ന് പറയും. അങ്ങനെ തിന്നനും ഗ്യാങ്ങും കൂടെ നേരെ കാട്ടിലേക്ക് പോകും. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവർ താമസിച്ചിരുന്ന കാടല്ല, പുതിയൊരു ഏരിയയാണ്. സോ ആ ഒരു സൈഡിലോട്ട് ഇങ്ങനെ പോയി ട്രാവൽ ചെയ്ത് അതിനിടയിൽ കുറേ ഹണ്ടിങ്ങും കാര്യങ്ങളായിട്ട് അവർ ഓരോ ജീവികളെ ജീവനോടെ പിടിക്കുകയും, കാരണം ദേവിക്ക് ബലിയും പരിപാടിയൊക്കെ കൊടുക്കണമല്ലോ. സോ അതൊക്കെ ജീവനോടെ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവർ പോയി. അങ്ങനെ എത്തി ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും കണ്ണം പറഞ്ഞു നമുക്ക് ഇന്ന് രാത്രി ഇവിടെ ക്യാമ്പ് ചെയ്യാം, നമുക്ക് ഇന്ന് ഇവിടെ റെസ്റ്റ് എടുക്കാം, നാളെ അടുത്ത പരിപാടിയായിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവർ അന്ന് രാത്രി അവിടെ ക്യാമ്പ് ചെയ്ത് പല സ്ഥലത്തായിട്ട് എല്ലാവരും സുഖമായിട്ട് ഇറങ്ങാം. അപ്പോൾ കണ്ണപ്പ ഇങ്ങനെ കണ്ണടച്ച് കിടന്നപ്പോഴത്തേക്ക് നല്ല ഒരു സുഖമായ തണുത്ത കാറ്റ് വീശി അദ്ദേഹം പതുക്കെ ഉറക്കത്തിലേക്ക് പോയി. ഉറക്കത്തിൽ അയാൾക്ക് പെട്ടെന്നൊരു ഡ്രീം ഉണ്ടായി. ഡ്രീം അല്ലെങ്കിൽ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുലിത്തോലൊക്കെ കൊടുത്ത് ജടാധാരിയായി ജടയിലൊരു ചന്ദ്രകലയൊക്കെ വെച്ച് കഴുത്തിലൊരു പാമ്പും ഇവിടെ രുദ്രാക്ഷങ്ങളും ഭസ്മവും ഒക്കെ പൂശിയ ഒരു ദൈവം. അപ്പൊ നമ്മുടെ തിന്നൻ അറിയില്ല ആരാണ് ഈ സ്വപ്നത്തിൽ വരുന്നതെന്നുള്ളത്. അപ്പൊ തിന്നൻ ഇങ്ങനെ സ്വപ്നത്തിനകത്താണ് ചോദിക്കുന്നത് ആരാണ് അങ്ങ്? അപ്പൊ പറയും ഞാനാണ് പരമശിവൻ. തിന്ന നിനക്ക് ഞാനുമായി ഒന്നിക്കാനുള്ള സമയമായിരിക്കുന്നു, നിനക്ക് മോക്ഷപ്രാപ്തിക്കുള്ള സമയമായിരിക്കുന്നു, നീ ഇതുവരെ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് എൻ്റെ അടുക്കലേക്ക് വരൂ എന്നുള്ള രീതിയിൽ പറയുന്നു. എന്നിട്ട് പറഞ്ഞു കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നീ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ മാറിയിട്ട് ഒരു ശിവലിംഗമുണ്ട്, വായുലിംഗം, അവിടെ പോയി എന്നെ പ്രാർത്ഥിച്ച് എന്നെ പൂജിച്ച് എന്നോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ എന്നെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് അനുഗ്രഹിക്കും. അപ്പൊ കണ്ടപ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി എണീറ്റ് നോക്കുമ്പോഴത്തേക്കും എല്ലാം എനിക്ക് തോന്നിയതാണോ, എന്താ പരിപാടി, എന്താ എന്നാലും ഞങ്ങൾക്ക് നമ്മുടെ തിന്നം കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി പെട്ടെന്നൊരു ശബ്ദം കേട്ട് പിന്നെ എണീക്കും. നോക്കിയപ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും ഓടുകയാണ്. എന്ത് പറ്റി? അപ്പോഴത്തേക്കും ഇവരുടെ ഈ മൃഗങ്ങളുണ്ടല്ലോ, ഈ മൃഗങ്ങൾ പലയിടത്തായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്ന മൃഗങ്ങൾ, ഈ മൃഗങ്ങളെല്ലാം കൂടെ കൂടും അതും എല്ലാം പൊട്ടിച്ചങ്ങോട്ട് ഓടാൻ തുടങ്ങി. ഈ കാട്ടിന് അവിടെ ഇവിടെ ആയിട്ട് സ്പ്ലിറ്റായി ഓടിയല്ലോ. അപ്പോൾ ഓടം പറഞ്ഞിടേ നീ ഒരു ഇന്ന വഴിക്ക് പോയി പിടിക്കുക, നീ ആ വഴിക്ക് പോയി പിടിക്കുക, ഞാൻ ഈ വഴിക്ക് പോകാം. പക്ഷേ നമ്മുടെ പാണ്ടിപ്പടയിൽ പറഞ്ഞു നീ അന്തപ്പക്കം പോടാ, നീ ഇന്തപ്പക്കം പോടാ, ഞാൻ ഇന്തപ്പക്കം പോറയാന്ന് പറഞ്ഞിട്ട് അതുപോലെ നമ്മൾ നേരെ നമ്മുടെ തിന്നൻ ഒരു വലിയൊരു കാട്ടുപന്നിയുടെ പുറകെ വിട്ടു. അങ്ങനെ ഓടി തിന്നൻ നേരത്തെ കാട്ടുപന്നി, കഴിഞ്ഞ ജന്മത്തിലും കാട്ടുപന്നിയായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഇതിന് കാട്ടുപന്നിയുടെ നേരെ വിട്ട് പുറകെ ഓടി ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടുത്തെ ആ ഒരു അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി. പെട്ടെന്ന് ഭയങ്കര ഒരു തണുപ്പ്, നല്ലൊരു ഇളം കാറ്റും ഒരു തണുപ്പും ആ ഒരു അറ്റ്മോസ്ഫിയറിലൊരു നനവും ആ പുല്ലിനൊക്കെ ഒരു ഫീലും ഒരു വ്യത്യസ്തമായ ഒരു ഫീലിംഗ്. നോക്കിയപ്പോഴത്തേക്കും അവിടെ നടുക്കായിട്ടൊരു ശിവലിംഗം ഇരിക്കുന്നു. നമ്മുടെ വായുലിംഗമാണ് ആ ശിവലിംഗം. സാധാരണമായിട്ടുള്ളൊരു ശിവലിംഗമല്ല, വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് പറയാം. അവിടെ അത് കാളഹസ്തിയാണെന്നും അതെങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് ആ ഒരു വായുലിംഗം മാറിയെന്നുള്ള ഒരുപാട് കഥകളുണ്ട്. ആ കഥകൾ ഞാൻ അടുത്ത മറ്റൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ആ ഒരു വായുലിംഗം കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കണ്ട കാഴ്ചയിൽ തന്നെ നമ്മുടെ തിന്നന് പെട്ടെന്ന് ഏതോ ഒരു മുജ്ജന്മ ഒരു ബന്ധം പോലെ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിരുന്നു. എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അമ്പും വില്ലും ഒക്കെ 100 ആണല്ലോ. അപ്പൊ ആ ഫുൾ സാധനം താഴെ ഇട്ടിട്ട് നേരെ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് പറഞ്ഞു എൻ്റെ ഭഗവാനെ ശിവനെ ഈ ഒരു കാട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒറ്റയ്ക്കായി പോയത്? എൻ്റെ ശിവഭഗവാന് ആരും കൂട്ടിനില്ലേ, എന്നെ പൂജിക്കാനായിട്ട് ആരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ഇമോഷണലായി. അത്രയും നാൾ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും കണ്ണപ്പ അല്ലെങ്കിൽ നമ്മുടെ തിന്നൻ പ്രകടിപ്പിച്ചിരുന്നില്ല. അപ്പൊ പുള്ളി ഇത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഷോക്കായി. ആലോചിച്ച് നോക്കണം, ഒരു കാട്ടുവാസിയാണ് അല്ലെങ്കിൽ ഒരു ഹണ്ടറാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. പെട്ടെന്ന് നിന്നിട്ട് ഭഗവാനെ ആരും ഇല്ലേ അങ്ങ് നിന്ന് കൂട്ടിന്, ഞാനിനി ഇവിടോട്ട് പോകണ്ട, ഞാനുണ്ട് കൂട്ടിനെന്ന് പറഞ്ഞിട്ട് നേരെ ചെന്നിട്ട് അരുവിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാനായിട്ട് ശ്രമിച്ചു. ഈ ഒരു രംഗത്തിനെ സിനിമയിൽ വേറൊരു രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ശരിക്കും നടന്നത് ഇങ്ങനെയാണ്. അരുവിയിൽ നിന്ന് വെള്ളം കൊണ്ടൊഴിക്കാൻ നോക്കി പറ്റുന്നില്ല.
അദ്ദേഹത്തിന്റെ കയ്യിൽ കുടമോ ഒന്നുമില്ല. അവസാനം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിനകത്തോട്ട് മുഖം അങ്ങ് മുക്കി വായിൽ നിറയെ വെള്ളം എടുത്തു. നേരെ ചെന്ന് ശിവഭഗവാന്റെ മേലേക്ക് വായിൽ നിന്ന് ആ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇനിയിപ്പോൾ ഞാൻ എന്താ തരിക എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ഇവിടെ ഒരു പാക്കറ്റ് പോലെ ഈ മറ്റേ തുണിയൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്യിക്കുക. അതിൽ നിന്ന് കുറച്ച് മീറ്റ് എടുത്ത് അത് ഓഫർ ചെയ്തു. എന്നിട്ട് അവിടെ കിടന്ന ഇലകളൊക്കെ എടുത്ത് അഭിഷേകം ചെയ്ത്, ഭഗവാനെ ഇനി ഞാൻ അവിടെ നിന്ന് വിട്ട് എവിടെയും പോകില്ല, എപ്പോഴും ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നേരെ ആ ശിലയെ അങ്ങ് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയോ പൂജയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. സോ അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ അത് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഇൻസിഡന്റിൽ തന്നെ അദ്ദേഹത്തിന് ആ ഒരു ബന്ധം ഫീൽ ചെയ്തു. അതായത് എന്താണ്, ശിവനും ഞാനും ഒന്നാണ്, അല്ലെങ്കിൽ ശിവഭഗവാനിലെ ഒരു അംശമാണ് ഞാൻ എന്നുള്ളത് മനസ്സിലാകുകയും പിന്നീട് അദ്ദേഹം അത് മുതൽ എല്ലാ ദിവസവും അവിടെ തന്നെ. അപ്പൊ നമ്മുടെ ഈ ഹണ്ടിങ് പാർട്ടി ബാക്കി ആനിമൽസിനെയൊക്കെ പിടിച്ചിട്ട് നേരെ ഈ പുള്ളി എടുത്ത് വന്നു, എടാ ബാ തിന്നെ നമുക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ ഇനി ഇവിടം വിട്ട് എങ്ങോട്ടേക്കും ഇല്ല, ഇനി ഞാനും ശിവനും ഒന്നാണ്, ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു ജീവിതമില്ല. എന്നിട്ട് അദ്ദേഹം അവിടെ ആഹ്ലാദ നൃത്തം ആടുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പെയിന്റിങ്സ് ഉണ്ട്, ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കാതെ. ഇങ്ങനെ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അതൊക്കെ കളിച്ച് അങ്ങനെ ഭയങ്കര പണ്ടത്തെ പെയിന്റിങ്സ് ആണ് അതൊക്കെ. അതിനെ പോലെ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം. പക്ഷെ സിനിമയിൽ വേറൊരു സ്റ്റോറിയിലേക്ക് പോയി, അതാണ് പ്രോബ്ലം. ഈ സിനിമയിൽ ഈ കണ്ണപ്പയുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു റൊമാൻസും പിന്നെ ഒരു വാറും ഒക്കെ കയറി വന്നു. അതെന്തോ സിനിമാറ്റിക് ഫ്രീഡം. എനിക്കറിയാവുന്ന ഒരു കഥയാണ് പറയുന്നത്. അങ്ങനെ അന്ന് മുതൽ നമ്മുടെ തിന്നൻ അവിടം വിട്ട് പോയിട്ടേ ഇല്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇതേപോലെ കുളിച്ച് ശുദ്ധമായിട്ട് ഇതേപോലെ വായിൽ വെള്ളം കൊണ്ടുവന്ന് ശിവന് കൊടുത്ത് മീറ്റും കാര്യങ്ങളും അർച്ചന ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മീറ്റ് കൊടുക്കാനായിട്ട് ഹണ്ട് ചെയ്യാനായിട്ട് പോകും. അപ്പൊ ശിവഭഗവാനാണെങ്കിൽ ആദ്യം ഒന്നും ഇത് സ്വീകരിക്കില്ല, കാരണം എന്താണ്, മീറ്റ് അല്ലേ. പക്ഷെ ഒരുപാട് ആ ഒരു മൈൻഡ് അങ്ങനെ എന്താ പറയാ, അങ്ങനെ അർപ്പിച്ചങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവമല്ലേ, ഒന്ന് കഴിക്കൂ പ്ലീസ് എന്ന രീതിയിൽ. അത് ഞാനിപ്പോ ഇങ്ങനെ പ്ലീസ് എന്നൊക്കെ പറയും, പണ്ട് പ്ലീസ് ഒന്നും ഇല്ല, അറിയാലോ. എന്തായാലും അങ്ങനെ വളരെ ഒരു ഇൻവോൾവ് ആയിട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അത് സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആയപ്പോൾ നമ്മുടെ തിന്നന് വളരെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അയാൾ എന്നും അവിടെ പ്രാർത്ഥനയും നൃത്തവും ആനന്ദമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പൊക്കോണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ കുറച്ച് ആനിമൽസിനെയൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്യാനായിട്ട് നമ്മുടെ തിന്നൻ പോയ സമയത്ത് വർഷങ്ങളായി അവിടെ മാസത്തിൽ ഒരിക്കൽ വന്ന് പൂജ ചെയ്ത് പോകുന്ന ഒരു സ്വാമിയുണ്ട്, ഒരു ബ്രാഹ്മണൻ. അദ്ദേഹം അവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ മാംസത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റും കിടക്കുന്നു. അപ്പൊ ഇത് ആരാണ് ഇതിങ്ങനെ ഈ പരിപാടി ചെയ്തത്? ശിവഭഗവാൻ സ്വീകരിച്ചു. അപ്പൊ അവിടെ നേരെ ചെന്നിട്ട് ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഇത്രയും വർഷം ഇവിടെ വന്ന് പൂജ ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാമെന്ന് എനിക്കറിയാം, പക്ഷെ ആ ഒരു കൈൻഡ് ഓഫ് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇത് എങ്ങനെ ഇത് സ്വീകരിച്ചു? അടിയൻ ഇത്രയും വർഷമായിട്ട് മനമൊരുക്കി പ്രാർത്ഥിക്കുകയല്ലേ, എല്ലാ മാസവും വന്ന് ഞാൻ ആരെയും കാണിക്കാതെ ഇത്രയും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയ ഒരു സ്ഥലമല്ലേ, അപ്പൊ അവിടെ ഇങ്ങനെ വന്ന് ആരാ ഇതിൽ നശിപ്പിച്ചു, ഇതെങ്ങനെ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മനം നന്ന് പ്രാർത്ഥിക്കും. അവസാനം ശിവഭഗവാന് ലൈക്ക് ഈ ഒരു ഭക്തനെ ഭയങ്കര ഇഷ്ടമാണ്, കുറേ നാളായിട്ട് പ്രാർത്ഥിക്കില്ല. അപ്പം പറഞ്ഞു കൊടുക്കും, പ്രത്യക്ഷപ്പെട്ട് പറയും, മകനെ അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹം എൻ്റെ ഭയങ്കരമായിട്ടുള്ള ഭക്തനാണ്. അപ്പൊ അവനങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് എനിക്ക് അങ്ങനെ സ്വന്തം ജീവിതത്തിൽ ഒന്നുമല്ല, എനിക്കിനി ആരും ആവണ്ട, ശിവനിൽ ലയിച്ചാൽ മതി എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഞാൻ എങ്ങനെ വേണ്ടാന്ന് പറയുന്നുള്ള രീതിയിൽ അദ്ദേഹം പറയും. അപ്പൊ പറഞ്ഞ് ആ ഒരു ഭക്തി എന്നാൽ എനിക്ക് നേരിട്ട് കാണണം. അപ്പൊ പറയും, ശരി നീ ഒരു കാര്യം ചെയ്യും, ആ ഒരു മരപ്പത്ത് കണ്ട ആ ഒരു ചെടിയൊക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് പോയിരുന്നോ, കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വരും, അപ്പൊ നിനക്ക് മനസ്സിലാവുന്ന പറയും. അപ്പൊ അതിനെ നിൽക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ തിന്നൻ ഇങ്ങോട്ട് വരും. തിന്നൻ ഇങ്ങോട്ട് ഭഗവാന് കൊടുക്കാനായിട്ട് മീറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. ചീവീടിന്റെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടല്ലേ, സോറി, മൈക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് കാണും. അതായത് ഐ ട്രൈ ടു ബി മാക്സിമം ശബ്ദത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ ചെടികളും പൂക്കളും പിന്നെ നമ്മുടെ ഇതെന്താണ് വായിൽ വെള്ളവും എല്ലാം ആയിട്ട് വന്ന് ഇങ്ങനെ അഭിഷേകമൊക്കെ കഴിച്ച് ഇത് കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ശിവൻ അത് എടുക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പം എന്ത് പറ്റി ഭഗവാനെ കഴിക്കാത്തെന്താ? ഭഗവാനെ അല്പം എടുത്ത് കഴിക്കും. അപ്പം ഒരു റിയാക്ഷനും ഇല്ല. പകരം എന്താണ്, ആ ശിവലിംഗത്തിലായിട്ട് 2 കണ്ണുകൾ രൂപപ്പെട്ടിട്ട് കണ്ണുകളിൽ നിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. അപ്പോൾ ഉടൻ ചെന്ന് കഴുകിയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു റിയാക്ഷനും ഇല്ല, കണ്ണീര് വരുന്നു, പിന്നെ ചോര വരുന്നു, പഴുപ്പും കാര്യങ്ങളൊക്കെ. അപ്പം ഭയങ്കര ടെൻഷനായി, എന്ത് പറ്റി. ഉടൻ തന്നെ നമ്മുടെ ഈ തിന്നൻ ഓടിച്ചെന്ന് തുടയ്ക്കാൻ നോക്കുന്നു, വെള്ളം ഒഴിച്ച് കഴുകാൻ നോക്കുന്നു, ഒരു മാറ്റവും ഇല്ല, ഇലകൾ കൊണ്ട് തുടച്ചു, ഒന്നും പറ്റുന്നില്ല. അപ്പൊ അയാൾക്ക് അറിയാവുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ നാട്ടില് അയാളുടെ അവിടുത്തെ ദൈവത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഉടൻ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഇയാളുടെ കണ്ണുകൾ. അപ്പൊ ഈ ഒരു കണ്ണുകൾക്ക് കുഴപ്പം ഉണ്ടാകുന്നതുകൊണ്ട് അത് മാറാനായിട്ട് മറ്റേ തൻ്റെ കണ്ണ് അങ്ങോട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ ഞാൻ പറയും, ശരി എന്നാ ഇത് മാറ്റാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ കണ്ണ് തരാമെന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ ഒന്നുമില്ല, അബന്ധിച്ചൊന്നുമില്ല, നേരെ അമ്പെടുക്കുന്നു, കയ്യിൽ നിന്ന് എടുക്കുന്നു, ഒറ്റക്കുത്ത് കണ്ണെടുത്ത് വെളിയിലെടുത്ത് നേരെ നമ്മുടെ ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കും. അപ്പൊ ആ കണ്ണിൽ നിന്ന് ചോരയിൽ നിന്നു. ഭഗവാനെ ഒരുപാട് നന്ദി ഭഗവാനെ,
അത് അങ്ങനെ കണ്ണൊക്കെ ശരിയായല്ലോ എന്ന് പറഞ്ഞ് അവൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് പിന്നെയും ആ ഒരു പ്രസാദം കൊടുക്കാൻ അവൻ മറ്റേ കണ്ണിൽ നിന്ന് ചോര വരുന്നു. പറഞ്ഞു അയ്യോ അടുത്ത കണ്ണിൽ നിന്ന് ചോര വരുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ അല്ല കുഴപ്പമില്ല, എനിക്കറിയാമല്ലോ ഇനി എങ്ങനെ റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ അമ്പെടുക്കും. എന്നിട്ട് പറയും എനിക്ക് കറക്റ്റ് എവിടെയാണ് കണ്ണെന്നുള്ളത് എനിക്കിപ്പം വെക്കാൻ പറ്റില്ല, അപ്പം ഞാൻ ഒരു കാര്യം കാലുകൊണ്ട് കണ്ണിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ, തൽക്കാലം പെട്ടെന്ന് മാറ്റിക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണിലിങ്ങനെ കുത്താനായിട്ട് പോകും. അപ്പം തന്നെ പെട്ടെന്നൊരു ഇടിമിന്നലും കൂടെ വെട്ടും ആകാശത്ത്. ഇതെല്ലാം നമ്മുടെ ആ ബ്രാഹ്മൺ നോളജിലും കാണുകയാണെ. ഭയങ്കരമായിട്ടൊരു ഇടിമിന്നലും വെട്ടം സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ശിവഭഗവാനും പാർവതി ദേവി എല്ലാം കൂടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും നിന്റെ ആ ഒരു അചഞ്ചലമായ ഒരു ഭക്തിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, വളരെ എന്താ പറയുക പ്രീതിപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നീ ആരായിരുന്നു നീ ഓർത്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കഴിഞ്ഞ ജന്മത്തിൽ അർജുനായിരുന്നു എന്നുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആ ബ്രാഹ്മണനെയും വിളിക്കും. എന്നിട്ട് പറയും കണ്ടല്ലോ അചഞ്ചലമായ ഭക്തി, നിന്നിലും അചഞ്ചലമായ ഭക്തിയാണ്, ഇവനിലും അതാണ്. സോ എന്ത് തന്നെയായാലും ഏത് ജാതിയിലുള്ള ആളായാലും എന്തിലുള്ള ആളായാലും എന്നെ, അതായത് ദൈവത്തെ അല്ലെങ്കിൽ ഭഗവാനെ ശിവനെ മനസ്സറിഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും എന്ത് തന്നെ അർപ്പിച്ചാലും അതിന് ഏത് തരത്തിലുള്ള പ്രാർത്ഥനയായാലും എല്ലാം മനസ്സറിഞ്ഞ് ഒരു തരത്തിലുള്ള കളങ്കമോ അചഞ്ചലമായിട്ട് അത് ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് അതിനുള്ള റിസൾട്ട് കിട്ടും. അത്തരത്തിൽ അചഞ്ചലമായ ഒരു ഭക്തിയോടുകൂടി എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ ആ ഒരു നിസ്വാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അവർ രണ്ടുപേരും. രണ്ട് രീതിയിലാണെന്നേ ഉള്ളൂ. കണ്ടപ്പോൾ കുറച്ച് വൈൽഡായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ആ ഒരു ബ്രാഹ്മണ ആ ഒരു അദ്ദേഹം, വേറൊരു ഭയങ്കര ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ. എങ്ങനെയായാലും എന്ത് തന്നെയായാലും ഭക്തി ഒന്ന് തന്നെയാണ്. അചഞ്ചലമായ ഒരു ഭക്തിക്ക് വളരെ നല്ലൊരു എന്താ പറയുക ഒരു ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടായി. അദ്ദേഹം രണ്ടുപേരെയും തന്നിലേക്ക് അങ്ങ് അടുപ്പിച്ച് ചേർത്തു. എന്നിട്ട് പറഞ്ഞു നീ, അതായത് നമ്മുടെ തിണ്ണനോടാണ് പറയുന്നത്, നീ ഇവിടുത്തെ ഭക്ത കണ്ണപ്പയാണ്, എനിക്ക് നിന്റെ കണ്ണുകൾ തരാനായിട്ടുള്ള മനസ്സ് കാണിച്ച നീ ഇന്ന് മുതൽ ഭക്ത കണ്ണപ്പ എന്നറിയപ്പെടും. നിനക്ക് എൻ്റെ അമ്പലത്തിനടുത്ത് തന്നെ ഒരു അമ്പലവും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു സൈഡിലൊരു ചെറിയൊരു പ്രതിഷ്ഠയായിട്ട് അതിപ്പോഴും കാളഹസ്തി ക്ഷേത്രത്തിലുണ്ട്. എന്നിട്ട് നീ ഇന്ന് മുതൽ കാളഹസ്തിയിലുണ്ടാവുമെന്ന് പറഞ്ഞു മറ്റേ ബ്രാഹ്മണനെ കൂടെ ചേർത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ കണ്ണപ്പയുടെ കഥ അവിടെ തീരുന്നത്. സോ ഈ കഥ എന്ന് പറയുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള്, അതിപ്പോൾ മനുഷ്യനാവട്ടെ ഈശ്വരനാവട്ടെ മൃഗമാവട്ടെ എന്താണെങ്കിലും അതിനുവേണ്ടി അചഞ്ചലമായിട്ട് മൈൻഡിൽ അത്രയും ലോയൽറ്റിയോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും അത് എവിടെ നിന്നെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അതിവിടെ ഒരു കഥാരൂപത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക നടന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ഐതിഹ്യ രൂപത്തിലൊക്കെ പറയുന്നു. അതിൻ്റെ ആ ഒരു എവിഡൻസസും ആ ഒരു പ്രതിഷ്ഠയെല്ലാം ഇപ്പോൾ നമ്മൾ കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ കാളഹസ്തി ക്ഷേത്രത്തിലെ ആ ഒരു പ്രതിമയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ആ ഒരു പ്രതിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാമ്പും നടുഭാഗത്തായിട്ടൊരു ആനയും താഴ്ഭാഗത്തായിട്ടൊരു ചെലന്തിയാണ്. അപ്പം അതെങ്ങനെ ആ ഒരു പേര് വന്നു എന്നുള്ളതും അത്തരം കഥകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അത്തരം കഥകൾ അറിയാം. എന്തായാലും ഞാൻ ഒരു പരീക്ഷണം എന്നോണമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഈ ഒരു കഥ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാളഹസ്തിയുടെ കഥയുമായിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. ഇത്തരം കഥകളൊക്കെ ഇനിയും ഒരുപാട് എനിക്കറിയാം. സോ അങ്ങനെ കഥകൾ പറയുന്ന ഒരു രീതിയിലുള്ള കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. പക്ഷെ കഥകൾ ഒരിക്കലും ആ ഒരു എന്താ പറയുക ശാസ്ത്രീയമായ അല്ലെങ്കിൽ ആ ഒരു എഴുതപ്പെട്ട രീതിയിൽ പറയാനൊന്നും എനിക്കറിയില്ല. എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിനോട് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയോട് എൻ്റെ അടുത്ത ആളുകളോട് പറയുന്ന രീതിയിൽ ഞാൻ നിങ്ങളോടും പറയാനായിട്ട് ശ്രമിക്കും. കാരണം നിങ്ങളും എല്ലാം എൻ്റെ അടുത്ത ആളുകളാണ്. സോ ഞാൻ നിങ്ങളിലോട്ട് അത്തരം രീതിയിൽ കഥകൾ എത്തിക്കാനായിട്ട് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ഭക്ത കണ്ണപ്പ സിനിമയിൽ, അതായത് നമ്മുടെ ഇപ്പം കണ്ണപ്പ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന സിനിമയിൽ ഉള്ള ആ കാണിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫിലെ ഒരു കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് യഥാർത്ഥ കഥയ്ക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ജിജി ഹൗസ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജിജി സൈനിങ് ഓഫ്. ബൈ.